സ്നേഹപിതാവായ ദൈവമേ, കർത്താവെ, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ മേൽ അവിടുത്തെ കൃപയും കരുണയും അവരിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സുവിശേഷം കേൾക്കുന്നവരുടെ കാതുകൾക്ക് തേനിനേക്കാൾ ഹൃദ്യമായ, തേനിനേക്കാൾ മധുരിക്കുന്ന ഒരു ആത്മീയ അനുഭവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ്, ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂട്ടായിരിക്കണമേ. 2 പേർ എൻ്റെ നാമത്തിൽ എവിടെ സമ്മേളിക്കുന്നവരുടെ മധ്യ ഞാൻ ദൈവമേ, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നൽകുന്നത് ദൈവം വിശ്വസിക്കുന്ന കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ചിന്തിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന തിരുവചനങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് വലിയൊരു ആത്മീയമായ അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നൽകുന്നതിന് ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യും. ഇതിനു മുൻപുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യം, ആദം മുതൽ തുടങ്ങുന്ന ഒരു വംശാവലി, ആ വംശാവലിയിൽ കായനെ തുടർന്നു വരുന്ന ഒരു വംശാവലി, സേത്തിനോട് പിന്തുടർന്നു വരുന്ന ഒരു വംശാവലി, സേത്തിന് ശേഷം കടന്നു വരുന്ന തലമുറയിൽ അവസാനം ഹേനോക്കിന് ശേഷം മെത്തുസലേഹ്, ആ മെത്തുസലേഹിന് ശേഷം 4 തലമുറ കഴിഞ്ഞ് നോഹ ജനിക്കുന്നു. ആ നോഹ ജനിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഭൂമിയിൽ തിന്മ വർദ്ധിച്ചു. ആ തിന്മ മുഴുവൻ വർദ്ധിക്കുകയും വ്യാപരിക്കുകയൊക്കെ ചെയ്ത് ദൈവം എന്തിനു വേണ്ടിയാണോ മനുഷ്യനെ സൃഷ്ടിച്ച്, ദൈവത്തെ തേടുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോടൊപ്പമായിരിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം പാപം ചെയ്ത് ലോകസുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു തലമുറയിലേക്ക് കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന സമയത്ത് ദൈവം നോക്കുന്ന സമയത്ത് ഈ സേത്തിൻ്റെ പിന്തലമുറയിൽപ്പെട്ട നോഹയും കുടുംബവും നീതിമാന്മാരായി ദൈവം കണ്ടു. അതുകൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ ദൈവം ഒരു തീരുമാനമെടുക്കുകയും പാപത്തിൽ ജീവിക്കുന്ന ആളുകൾ മുഴുവൻ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ തീരുമാനിക്കുകയും, എന്നാൽ നീതിമാന്മാരെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ആ തീരുമാനിച്ച സമയത്ത് ദൈവം നോഹയോട് പറയുന്നു, ഒരു പെട്ടകം നിർമ്മിക്കുക, ആ പെട്ടകത്തിൽ എല്ലാ മൃഗങ്ങളെയും ഇണകളായി ആ പെട്ടകത്തിൽ പ്രവേശിപ്പിക്കുക, ലോകത്തിലുള്ള ആളുകളോട് മുഴുവൻ സുവിശേഷം അറിയിക്കുക, പശ്ചാത്താപിക്കുക, മാനസാന്തരപ്പെടുക, തിന്മയിൽ നിന്ന് പിൻവാങ്ങി വിശുദ്ധ ജീവിതം നയിക്കുക. ഈ പ്രചരണവുമായി രാവിലെ മുഴുവൻ പെട്ടകം നിർമ്മിക്കുന്നു, രാത്രി പോയി ജനത്തെ കാണുന്നു, ജനത്തോട് ദൈവിക സന്ദേശം അറിയിക്കുന്നു. എന്നാൽ നോഹയെ ഒരു ഭ്രാന്തനായിട്ടാണ് ജനം കണ്ടത്. കാരണം അന്നുവരെ മഴ പെയ്തിട്ടില്ല, ജലപ്രളയം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മലയുടെ മുകളിൽ പോയി നോഹ ഒരു പെട്ടകം പണിയുന്നു. ആ പെട്ടകം പണിയുന്നതിന് ദൈവം പറയുന്ന സമയത്ത് ഒരു യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ്, ഇന്ന് ഒരു ബോട്ട് പണിയുന്നു. പെട്ടകം എന്ന് പറഞ്ഞാൽ വലിയൊരു കപ്പലെന്നോ ബോട്ട് എന്നൊക്കെ പറയാം, ഉരു എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇത് പണിയുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കപ്പൽ പണിയുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, കൊച്ചിൻ ഹാർബർ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. അവിടെ ആദ്യം തന്നെ ഒരു ഡ്രൈ ഡോക്ക് ഉണ്ടാക്കുന്നു. ആ ഡ്രൈ ഡോക്ക് ഉണ്ടാക്കുന്നത് വെള്ളത്തിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അതിന് ചുറ്റും വെള്ളം അകത്ത് കയറാത്ത തരത്തിൽ സംവിധാനം ഉണ്ടാക്കുന്നു. ആ സംവിധാനം ഉണ്ടാക്കി ഡ്രൈ ഡോക്കിൻ്റെ ഉള്ളിൽ കപ്പൽ നിർമ്മിക്കുന്നു. കപ്പൽ നിർമ്മിച്ചതിന് ശേഷം വെള്ളം അതിനകത്തേക്ക് കടത്തിവിടുന്നു, ഡ്രൈ ഡോക്കിൻ്റെ ഉള്ളിൽ വരുന്നു, അതിൻ്റെ ഫ്ലഡ് ഗേറ്റ്സ് തുറക്കുന്നു, കപ്പൽ ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് വരുന്നു. അതിന് വലിയൊരു ടെക്നോളജി അവിടെ ആവശ്യമാണ്. നോഹയുടെ തൊഴിൽ ആടിനെ മേയ്ക്കലായിരുന്നു. ആട് മേയിച്ചുകൊണ്ടിരുന്ന നോഹയുടെ അടുത്ത് ദൈവം പെട്ടകം നിർമ്മിക്കാൻ പറയുന്ന സമയത്ത് നോഹ പെട്ടകം നിർമ്മിക്കുന്നു. ആ പെട്ടകം നിർമ്മിച്ച സമയത്ത് നോഹയുടെ ഭാര്യ, പുത്രന്മാരായ ഹാം, ഷേം, യാഫെത്ത് എന്ന 3 മക്കളും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെയുള്ള 8 പേരാണ് പെട്ടകത്തിൽ പ്രവേശിക്കുന്നത്. ഈ 8 പേരൊഴികെയുള്ള ആളുകൾ മുഴുവൻ ഈ 40 ദിനരാത്രങ്ങൾ മഴ കഠിനമായി പെയ്യുകയും ഭൂമിയിൽ പ്രളയമുണ്ടാവുകയും ഈ പാപികളായ ആളുകൾ മുഴുവൻ ഈ വെള്ളത്തിൽ മരിക്കുന്നു. അതേസമയം നോഹയും കുടുംബാംഗങ്ങളും, ഈ പാപികൾ ജലത്തിൽ നശിക്കുന്ന സമയത്ത് നോഹയും കുടുംബവും ജലത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നു.
ആ നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ച് കഴിഞ്ഞ് പ്രളയം അവസാനിക്കുന്നതിന് മുൻപായിട്ട് 2 കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 6, 7, 8 വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. ആദ്യം ഒരു കാക്കയെ, മലങ്കാക്കയെ പറഞ്ഞയക്കുന്നു. ആ മലങ്കാക്ക പറന്നു പോകുന്നു. ഈ വെള്ളത്തിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ശവശരീരത്തിൽ പോയിരുന്ന് ഈ മൃതരുടെ ശരീരം ഭക്ഷിച്ച് അതങ്ങ് കടന്നു ചെന്നു. ആ കാക്ക ഒരിക്കലും പെട്ടകത്തിലേക്ക് പിന്നീട് തിരിച്ചു വന്നില്ല. ഒരു പ്രതീകമാണ് ലോകത്തിൻ്റെ ഭൗതിക സുഖങ്ങളിലേക്ക് ആഴ്ന്നു ചെല്ലുന്ന ദൈവികമായ സംരക്ഷണം നൽകുന്ന പെട്ടകത്തിനുള്ളിലേക്ക് വരാതെ കാക്ക കടന്നു പോകുന്നു. നാളുകൾക്ക് ശേഷം ഒരു പ്രാവിനെ നോഹ പറഞ്ഞയക്കുന്നു. ആ പ്രാവ് പറന്നുപോയി ഒരു ഒലിവിൻ്റെ ശിഖരം കൊത്തിയെടുത്ത് തിരികെ പെട്ടകത്തിലേക്ക് വരുന്നു. പ്രളയം അവസാനിച്ചു, ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നുവെന്ന് മനസ്സിലാക്കി നോഹയും പുത്രന്മാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയതിന് ശേഷം ദൈവത്തിന് ബലിയർപ്പിച്ചു. ആ ബലിയർപ്പിച്ചതിന് ശേഷം നോഹ പിന്നീട് തൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. നല്ല വളക്കൂറുള്ള മണ്ണ്. നോഹ അതുവരെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന നോഹ മുന്തിരി കൃഷി നടത്തുന്നു. നല്ല വിളവ് ലഭിക്കുന്നു. ആ വിളവ് ലഭിക്കുന്ന സമയത്ത് നോഹ ആദ്യത്തെ ഒരു വൈനറി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ധാരാളം മുന്തിരി തിന്നുവാനായിട്ട് ആകെ 8 പേര്. അതുകൊണ്ട് തന്നെ ഈ മുന്തിരി നശിച്ചു പോകാതിരിക്കാൻ വീഞ്ഞ് നിർമ്മിക്കുന്നു. ആ വീഞ്ഞ് നിർമ്മിച്ച് സംഭരിക്കുന്നു. ഇന്നും ആളുകൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ വൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വൈന് പെട്ടെന്ന് ഇതിലേക്ക് കടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, 2 ആഴ്ച മുമ്പ് വരെ 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 150 രൂപയായിരുന്നു ശക്തൻ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഫ്രൂട്ട് സ്റ്റാളുകളിൽ വിറ്റുകൊണ്ടിരുന്നത്. ഇന്നലെ ശക്തൻ മാർക്കറ്റ് വഴി കടന്നു പോകുന്ന സമയത്ത് 25 രൂപയ്ക്ക് മുന്തിരി വിൽക്കുന്നു. അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് 1 കിലോ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ 6 കിലോ വാങ്ങാം. ഞാൻ അതുകൊണ്ട് ഒരു കൊട്ട മുന്തിരിങ്ങ മേടിച്ചു. ഏകദേശം 20 കിലോയോളമുള്ള ഒരു കൂട് മുന്തിരി വാങ്ങി. ഇത് തിന്നു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് വീഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നോഹയുടെ കാലത്തും ഇത് തന്നെയാണ് ചെയ്തത്. ഒരുപാട് മുന്തിരിങ്ങ ഉണ്ടായി, വീഞ്ഞ് ഉണ്ടാക്കി. പക്ഷേ വീഞ്ഞുണ്ടാക്കിയിട്ട് നോഹയ്ക്ക് സംഭവിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു കൗതുകം, എന്താണ് നോഹയ്ക്ക് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം തുറന്ന് വായിച്ചാൽ മതി. ഇപ്പോൾ വായിക്കാനും സമയമൊന്നുമില്ല, ചേട്ടൻ ആ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, നോഹ ഈ വീഞ്ഞ് ഉണ്ടാക്കിയതിന് ശേഷം നല്ല അപ്പനായതുകൊണ്ട് രുചിച്ച് നോക്കിയപ്പോൾ നല്ല ലഹരിയുണ്ട്. ആ ലഹരി ഉള്ളതുകൊണ്ട് മക്കൾക്കൊന്നും കഴിക്കാനായിട്ട് കൊടുത്തില്ല. ഈ വീഞ്ഞ് നോഹ തന്നെ കഴിച്ചു. നോഹ കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ പരിസര പ്രദേശത്തൂടെ നടക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ പലപ്പോഴും വിവസ്ത്രരായി പലരും തെരുവിൽ കിടക്കുന്നത് കാണാറുണ്ട്. ഇതുപോലെ തന്നെ നോഹയും കിടന്നു. നോഹ മദ്യപിച്ച് അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി തൻ്റെ വസ്ത്രം പോലും ഇല്ലാതെ കിടക്കുന്നു. ആ കിടക്കുന്ന സമയത്ത് ഹാം എന്ന നോഹയുടെ മകൻ അതിലൂടെ കടന്നു വന്ന് അപ്പൻ നഗ്നനായി കിടക്കുന്നത് കണ്ട് തൻ്റെ 2 സഹോദരന്മാരെയും അടുത്ത് ചെന്ന് പറഞ്ഞു, അപ്പൻ മദ്യപിച്ച് ഉന്മത്തനായി വിവസ്ത്രനായി കിടക്കുന്നു എന്ന് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് ഈ ഷേം എന്ന മകൻ നോഹ കിടക്കുന്നിടത്തേക്ക് ചെന്നു. പക്ഷെ മുന്നോട്ട് നടക്കുന്നതിന് പകരം പുറകോട്ട് നടന്നു. നോഹയുടെ വസ്ത്രങ്ങളെടുത്ത് പുറകോട്ട് നടന്നു. നോഹയുടെ കാൽപാദത്തിൽ എത്തിയ സമയത്ത് ഈ വസ്ത്രം ഉപയോഗിച്ച് നോഹയെ മൂടിപ്പൊതിഞ്ഞു. അതുകൊണ്ട് നോഹയുടെ നഗ്നത ഈ മകൻ കണ്ടില്ല, ഷേം കണ്ടില്ല. അടുത്ത നാളിൽ ഒരു ഹാങ് ഓവറൊക്കെ, ഇപ്പോഴത്തെ ലാംഗ്വേജിലാണെങ്കിൽ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് നോർമലായ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോഹ തിരിച്ചറിഞ്ഞു. ഹാം എന്ന മകൻ തൻ്റെ നഗ്നത കണ്ടുവെന്നും അത് മറ്റുള്ളവരോട് വെളിപ്പെടുത്തിയെന്നും തന്നെ അപമാനിച്ചുവെന്നും നോഹ മനസ്സിലാക്കി. അതേസമയം ഷേം എന്ന മകൻ തൻ്റെ നഗ്നത മറക്കുകയും പ്രശ്നത്തിനെ പരിഹരിക്കുകയും ചെയ്തു എന്ന് നോഹയ്ക്ക് മനസ്സിലായി.
നോഹ പിന്നീട് നടന്ന പ്രവൃത്തി നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് നമ്മുടെ തലമുറകളായിട്ട് ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ പലപ്പോഴും പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് നടക്കുന്നത്. നോഹ തൻ്റെ 3 മക്കളെയും വിളിക്കുന്നു. തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് നോഹ പറയുന്നു, കാനാൻ ശപിക്കപ്പെടട്ടെ. അപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ കാനാൻ ആരാണെന്നും പെട്ടെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ പ്രശ്നവുമായിട്ട് കാനാൻ യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാം അപ്പൻ്റെ നഗ്നത കണ്ടു. അപ്പൻ മദ്യപിച്ച് ഉന്മത്തനായി നഗ്നനായി കിടക്കുന്ന വിവരം സഹോദരന്മാരെ അറിയിച്ചു. അത് അപ്പന് മാനക്കേടിന് ഇരയായി. അതുകൊണ്ട് നോഹ തനിക്ക് ദൈവസന്നിധിയിൽ നീതിമാനൊക്കെ കണ്ടെത്തിയ വ്യക്തിയാണ് എങ്കിൽ പോലും തൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥത വന്ന സമയത്ത് ആ അസ്വസ്ഥത തീർത്തത് തൻ്റെ മകനായ ഹാമിനോടല്ല തീർത്തത്, പകരം ഹാമിൻ്റെ മകനായ കാനാനെ ശപിച്ചു. ദൈവശാസ്ത്രജ്ഞന്മാർ ചിലരെങ്കിലും പറയുന്നത് ഇസ്രായേലിലുള്ള ആളുകൾ ഒരു ഫെയർ സ്കിൻ കളറുള്ള ആളുകളാണ്, വീറ്റിഷ് കളർ സ്കിൻ കളറുള്ള ആളുകളാണ്. പക്ഷേ ഈ ശാപവാക്കുകൾ ഉച്ചരിച്ച സമയത്ത് ഈ കാനാൻ്റെ നിറം കറുത്തു പോവുകയും ഇരുണ്ടു പോവുകയും അപമാനഭാരത്താൽ കാനാൻ ദേശം വിട്ട് പോയി ഇസ്രായേൽ താണ്ടി ഈജിപ്ത് താണ്ടി എത്യോപ്യയിൽ ചെന്ന് താമസമാക്കി എന്നാണ് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ മറ്റൊരു ചിന്തയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നോഹ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി നഗ്നനായി കിടക്കുന്നു. ഹാം എന്ന മകൻ കാണുന്നു. അവൻ അത് തൻ്റെ സഹോദരന്മാരെ അറിയിക്കുന്നു. പക്ഷേ ഇതിൽ കുപിതനായ നോഹ ഹാമിനോടൊന്നും പറയുന്നില്ല. പക്ഷേ ഹാമിൻ്റെ മകനായ കാനാനെ ശപിക്കുന്നു. കാനാൻ്റെ ശരീരഘടന അല്ലെങ്കിൽ അവൻ്റെ സ്കിൻ ടോൺ മാറുന്നു. അവൻ ദേശം വിട്ടു പോയി എത്യോപ്യയിൽ ചെന്ന് താമസമാക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ചില പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വിചാരിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസകരമായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് മിക്കവാറും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവൃത്തി മൂലമാണ് അത് നമ്മുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ പ്രവൃത്തി മൂലമുണ്ടായ പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കുവാൻ നമുക്ക് തന്നെ അത് സാധിക്കും. കാരണം നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടായ ദുരന്തകരമായ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല, നമ്മളായിട്ടൊരു പ്രശ്നത്തിനും പോയിട്ടില്ല. അത് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ കുഴപ്പങ്ങളായി മാറുന്നത്. ഒരു എക്സ്റ്റേണൽ സോഴ്സസ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉറപ്പിക്കുന്നു. ചില പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഇത് രണ്ടുമല്ലാതെ എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ഇതായിട്ടുള്ള കുഴപ്പം മൂലം ഒന്നും സംഭവിച്ചിട്ടില്ല, നമ്മളറിയുന്ന മറ്റുള്ളവർ മൂലമുണ്ട്. എങ്കിലും നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ചില വ്യക്തികൾ അവർ ബിസിനസ് ചെയ്യുന്നു, പരാജയപ്പെടുന്നു. ചിലപ്പോൾ തൊഴിൽ മേഖലയിൽ പോകുന്നു, ആ തൊഴിൽ മേഖലയിൽ പരാജയപ്പെടുന്നു, പ്രൊമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലിയെടുത്ത് ശമ്പളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അന്യദേശത്തേക്ക് അവർക്ക് ട്രാൻസ്ഫർ പോകേണ്ടി വരുന്നു, കുടുംബത്തിന് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, പല 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 പ്രയാസങ്ങൾ നേരിടുന്നു, അല്ലെങ്കിൽ പലവിധ രോഗങ്ങളുണ്ടാകുന്നു, പലതരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാകുന്നു. ഇതിനൊന്ന് കാരണം കണ്ടെത്താൻ ഡോക്ടേഴ്സിന് പോലും പലപ്പോഴും കാരണം കണ്ടെത്താതെ വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വെളിപ്പാടൊക്കെ കിട്ടുന്നത് ഇത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കൈമാറിയ ചില സംഭവങ്ങളുടെ ആവർത്തനമാണ് കുടുംബങ്ങളിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. നോഹയുടെ ശാപമേറ്റ കാനാൻ. അവൻ ഈ നോഹയ്ക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, അവൻ്റെ അപ്പനാണ് ചെയ്തത്. പക്ഷേ നോഹ 1-ാം തലമുറ, കാനാൻ 3-ാം തലമുറ, അല്ലെങ്കിൽ 2-ാം തലമുറയിൽപ്പെട്ട ഹാമിന് ഇതുമൂലം ഒന്നും സംഭവിക്കുന്നില്ല. ഹാമിൻ്റെ പ്രവൃത്തി മൂലമാണ് നോഹ കോപിഷ്ഠനായത്. പക്ഷേ അതിൻ്റെ അനന്തരഫലവും തിക്താനുഭവം ലഭിച്ചത് കാനാനാണ്. നമ്മുടെ പലപ്പോഴും ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന് ഇതുപോലെ ഏതെങ്കിലും ദുസ്വാധീനങ്ങളോ അല്ലെങ്കിൽ ശാപവാക്കുകൾ ഉച്ചരിക്കപ്പെട്ടതുകൊണ്ടോ
അല്ലെങ്കിൽ പാപകരമായ സാഹചര്യങ്ങളോ കൈമാറ്റം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണ് നമ്മുടെ ജീവിതത്തിലെ ദുരന്തപൂർണമായ പ്രത്യേകതകളെന്ന് അന്വേഷിക്കാൻ മുൻ തലമുറയിലേക്കൊന്ന് കണ്ണോടിക്കുകയും ആ അനർഹമായ സമ്പത്ത് അല്ലെങ്കിൽ അനർഹമായ ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ യോഗ്യതയില്ലാത്തത് കുതന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെ നേടിയെടുത്ത് അതിനെ തുടർന്നുണ്ടാവുന്ന നാട്ടിൽ ഉണ്ടാവുന്ന സൽപ്പേര്, സമ്പത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ 2, 3, 4 തലമുറയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ ദുരന്തങ്ങൾ, കൈമാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ദുരന്തം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത വിഷയം. അതിന് പ്രാർത്ഥന വഴി, ഉപവാസം വഴി, വചനപഠനം വഴി, വചനം ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ആത്മീയമായ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ കൈവച്ചുള്ള പ്രാർത്ഥന വഴി, ഉപവാസം വഴി എല്ലാം ഇതിൽ നിന്ന് മോചനവും വിടുതലും സ്വാതന്ത്ര്യവും ഉണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ എല്ലാം പാരമ്പര്യത്തിൻ്റെ മേലിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. അതിന്ന് ഒരു ഓടി രക്ഷപ്പെടുന്ന തരത്തിലേക്ക് പോകരുത്. ഇനി ഷേമിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത്, അപ്പനെ ചെയ്ത പാപം അല്ലെങ്കിൽ തിന്മ, അതിന് ആ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കിയ ഷേം അനുഗ്രഹിക്കപ്പെടുന്നു. മാത്രമല്ല നമ്മൾ പിന്നീട് കാണുന്നത് ഈ നോഹയുടെ അതായത് സേത്തിൽ നിന്ന് തുടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട വംശാവലി നോഹയിലൂടെ വരുന്നു. അത് പിന്നീട് ഷേമിലൂടെയാണ് ആ യാത്ര മുന്നോട്ട് കടന്നു പോകുന്നത്. ഇന്നും ഈ ഇസ്രായേൽ എന്ന ദേശത്ത് താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മധ്യപൂർവ്വ ദേശത്തുള്ള യഹൂദന്മാരെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഷേമിൻ്റെ വംശാവലിയിൽപ്പെട്ട ആളുകളാണ് ഇപ്പോഴും അധികമായി ഇസ്രായേലിൽ ഉള്ളത്. മറ്റ് വംശങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ പല പല വിദേശ രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. ഷേമുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലാണ് കൂടുതൽ ആളുകളും ഇസ്രായേലിൽ ഇപ്പോഴും താമസിക്കുന്നത്. കാനാന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, കാലങ്ങൾക്ക് ശേഷം യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ യാക്കോബും 70ഓളം പുത്രന്മാരും പുത്രിമാരും അവരുടെ പങ്കാളികളും കൂടെ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ അവർ വേരോട്ടം നടന്ന സമയത്ത് അന്ന് ഈ കാനാൻ ദേശം എന്ന് വിളിക്കപ്പെടുന്ന ദേശത്തിന് പലസ്തീൻ എന്ന പേരാണ് അന്നുണ്ടായിരുന്നത്. ഈ കാനാൻ്റെ സന്തതി പരമ്പരകൾ എത്യോപ്യയിൽ നിന്ന് ഈജിപ്തിലേക്കും, ഈജിപ്തിൽ നിന്ന് വീണ്ടും ഈ പറയുന്ന പലസ്തീൻ ഇസ്രായേൽ ദേശത്ത് കടന്നു വരികയും, ഇന്ന് കാണുന്ന ഇപ്പോൾ ഈ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഗാസ എന്ന് പറയുന്ന ആ ഒരു ചെറിയ തുരുത്തുപോലെ ദേശത്ത് വന്നിട്ട് ഇവർ കീഴടക്കുകയും ചെയ്തു. അന്ന് മുതൽ ഈ കാനാൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ ഇസ്രായേൽക്കാരുമായിട്ട് എന്നും നിരന്തരം യുദ്ധവും പ്രശ്നവും ഇതായിട്ട് തുടർന്ന് ആ ചരിത്രം മുഴുവൻ നോക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് ആവർത്തിച്ച് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഒരു വംശാവലി കാണുന്ന സമയത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11-ാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിലെ ഈ കായേൻ്റെ വംശാവലിയുടെ തുടർച്ച നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ലാമേക്കിൻ്റെ വരെയാണ് കണ്ടത്. ലാമേക്കിൻ്റെ കഴിഞ്ഞിട്ടുള്ള 3 തലമുറ കഴിഞ്ഞിട്ട് 10-ാം തലമുറയിലുണ്ടാവുന്ന നിമ്രോദ് എന്ന രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഈ നിമ്രോദിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഹുദൈവ ആരാധന, ഏകസത്യ ദൈവത്തെ ആരാധിച്ചിരുന്ന ഇസ്രായേൽ മക്കൾ ബഹുദൈവ ആരാധന തുടങ്ങി വയ്ക്കുന്നത് നിമ്രോദാണ്. മാത്രമല്ല നിമ്രോദ് 12 നഗരങ്ങൾ പണിയുന്നു, വൻ നഗരങ്ങൾ പണിയുന്നു. മാത്രമല്ല ഈ അവസാനം ഈ നിമ്രോദിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയാണ് ബാബേൽ ഗോപുരം പണിയാനായിട്ട് നിമ്രോദ് ഇറങ്ങി പുറപ്പെടുന്നത്. ദൈവം പറഞ്ഞത് ഭൂമിയിൽ മുഴുവൻ ചിതറിപ്പാർക്കാനാണ് നിർദ്ദേശം കൊടുത്തത്. എന്നാൽ ഇവർ പറയുന്നു സ്വർഗത്തോളം ഉയരമുള്ള ഒരു വലിയ, ഇപ്പോഴത്തെ ഭാഷയിലാണെങ്കിൽ അപ്പാർട്ട്മെൻ്റ് എന്നോ ഫ്ലാറ്റ് എന്നൊക്കെ പറയാം, വലിയൊരു ഫ്ലാറ്റ്, സ്വർഗത്തോളം ഉയരമുള്ളൊരു ഫ്ലാറ്റ് പണിയുന്നു, എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ഉള്ളൊരു പ്രവൃത്തി ആരംഭിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു ദുരന്തഫലം ദൈവം അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കുന്നു. ഭാഷകളെ ഭിന്നിപ്പിച്ചതിനെ തുടർന്ന് അവർക്ക് അതിന് പണി പൂർത്തിയാകാൻ പറ്റാതെ വരുന്നു. ബാബിലോൺ, ഈ ബാബേൽ ഗോപുരം
അതിന് നിർമ്മിതി പൂർത്തിയാകാതെ അത് നശിക്കപ്പെടുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് 2 തലമുറകൾ മുന്നോട്ട് പോകുന്നു. കായൻ്റെ പിൻതലമുറ കൈമാറ്റം ചെയ്ത് വരുന്നു. അവരെന്നും ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നു, ദൈവിക ചിന്തയ്ക്കെതിരായി നിൽക്കുന്നു, മാനുഷികമായ കാഴ്ചപ്പാടുകളിൽ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് അവർ നഗരങ്ങൾ സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ പണിയുന്നു, ഒന്നിച്ച് താമസിക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവൃത്തികൾ ഭൗതികമായ ലൗകികമായ കാര്യങ്ങൾക്ക് വ്യഗ്രത കാണിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ലോകത്തിലൂടെ കടന്നു വരുന്നു. അപ്പുറത്ത് നോഹയ്ക്ക് ശേഷം ഷേമിലൂടെ കടന്നു വരുന്ന തലമുറ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിലേക്ക് ഉറ്റുനോക്കുകയും ഉറ്റുപാർക്കുകയും ചെയ്യുന്നവരുടെ ഒരു തലമുറ അപ്പുറത്ത് നമ്മൾ കാണുകയും ചെയ്യും. സ്നേഹിതാവായ ദൈവമേ, ഇതൊക്കെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ദൈവത്തിൻ്റെ ഒരു ആത്മീയ പ്രകാശം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഇവരിലേക്ക് കടന്നു വന്ന് ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തലമുറകളുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ആ തലമുറകളുടെ ദുസ്വാധീനങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളിലൂടെ കടന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട അനുഗ്രഹദായകമായ വസ്തുതകൾ, ദൈവത്തോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയ ജീവിതം, അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് അത് കൂടുതൽ ശക്തമായി ഭാവി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഭൂമിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.